ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദ ഡെയിലി ലൈഫ് ഓഫ് ദ ഇമ്മോർട്ടൽ കിങ് എന്നുള്ള ജാപ്പനീസ് ആനിമേ സീരീസിന്റെ സീസൺ 2 എപ്പിസോഡ് 7 ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് യൂട്യൂബ് കൂടുതൽ ഇംപ്രഷൻ തരുള്ളൂ. എന്നാൽ മാത്രമാണ് വ്യൂസ് കൂടുള്ളൂ. വ്യൂസ് കൂടുമ്പോൾ ആണല്ലോ പെട്ടെന്ന് എപ്പിസോഡിൽ ഒരു മോട്ടിവേഷൻ കിട്ടുക. സോ കൂടുതൽ ചടപ്പിക്കുന്ന എപ്പിസോഡ് എടുക്കുക. സോ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സുനിന്റെ മോമിനെയും ഡാനിനെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ സുനിന്റെ അച്ഛനാണെങ്കിൽ അയാളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അയാളെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അയാളെ കമ്പനി ഇപ്പം ബാങ്ക് എടുത്തിട്ടുണ്ടാവും, അത് ജപ്തി ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഫ്രണ്ട് ആണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി നോ പറയാനേ. അതാണെങ്കിൽ സുനി വിട്ട് നിന്നിട്ട് കാണുന്നുണ്ട്. അപ്പൊ സുനിന് എന്തോ മരിക്കാവാണ്. കാരണം അച്ഛൻ ഇങ്ങനെ കെഞ്ചിനാണുമ്പോ കാരണം എന്താ വെച്ചാൽ ഒരു പ്രശ്നമുള്ള സമയത്ത് കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും നോർമലി നോക്ക് നോക്ക് അതൊരു ഗവൺമെന്റ് ഓഫീസറായിരിക്കും. എന്ന് സംഭവിച്ചാൽ നാളെ ആണെങ്കിൽ ഇവരെ എല്ലാ പ്രോപ്പർട്ടി സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അയാളോട് രാവിലെ നേരത്തെ തന്നെ അവിടെ എത്താൻ പറയാണ്. അങ്ങനെ ഇത് പറഞ്ഞിട്ട് ഒരാവിടുന്ന് പോവാണ്. പിന്നെ സീന് മാറിയിട്ടാണത് ഒരു അജ്ഞാതനായിട്ടുള്ള ഒരാള്. അയാളാണെങ്കിൽ ഇതെല്ലാതും മോണിറ്ററിൽ നോക്കിക്കൊണ്ടിരിക്കും. അതിന്റെ ശേഷം സീന് മാറിയിട്ട് വാങ്, ചെന്ന്, ഗുവോ അതുപോലെ തന്നെ ലിന്നിനെയാണ് കാണുന്നത്. ഓലാണെങ്കിൽ ജംഗിൾക്ക് സുനിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിക്കായിരിക്കും. അറ്റ് ദ സെയിം ടൈം സുനാണെങ്കിൽ ഓല് മുന്നിക്കാടണം. ഓളെ കണ്ടപ്പോൾ പോലെ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ആദിവാസികളെ മരിക്കായിരിക്കും ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവുക. പിന്നെയാണ് കാണുന്നത് സുനും ഓളെ ഫാമിലിയൊക്കെ പാടി ഒരു കേവിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അതുപോലെ പൂർവികരുടെ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റ് പോലെ എല്ലാ പ്രോപ്പർട്ടി അതായത് വീടടക്കം സീൽ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓലിപ്പോൾ ആകെപ്പാടിയുള്ള ഈ ഒരു കേവിലായിരിക്കും വന്ന് താമസിക്കുന്നുണ്ടാവുക. അപ്പൊ വാങ്ങും ഇതൊക്കെ ഇങ്ങനെ ഇത്ര പെട്ടെന്നുണ്ടായത് കാരണം എന്താ വെച്ചാൽ വലിയ കോടീശ്വരനായിട്ടുള്ള ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ജപ്തി ചെയ്യപ്പെട്ടെന്നൊക്കെ ചോദിക്കണം. അപ്പൊ സുന്നറിയും എന്താ വെച്ചാൽ ഞങ്ങൾ കമ്പനിയാണ് ഈ മാജിക്കൽ പിൽസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെങ്കിൽ എപ്പോഴാണോ ഇവിടുത്തെ സ്പിരിച്വൽ പവർ കുറഞ്ഞത് അതുകൊണ്ട് തന്നെ അങ്ങനെ പിൽസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാതായി. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും മാർക്കറ്റ്സിലൊക്കെ ഭയങ്കര പൈസ കുറഞ്ഞ് അങ്ങനെ 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 ഭയങ്കര താഴ്ത്തിക്ക് പോയി. അങ്ങനെ നിൽക്കുമ്പോൾ സുനിന്റെ അച്ഛൻ വന്നിട്ട് അറിയും ഞങ്ങൾ കൊല്ലങ്ങൾക്ക് മുന്നേ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ എത്തി. ഇനി ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ എത്താൻ പറ്റും. അങ്ങനെ അയാൾ പോസിറ്റീവ് ആയി കൊണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാവും. അതിന്റെ ശേഷം തേങ്ങിന്റെ ഫാമിലിയാണ് കാണുന്നത്. തേങ്ങിന്റെ ഫാമിലി അറിയുന്നത് ഇവരുടെ ഫാമിലി ഭയങ്കര ഡൗൺ ആയപ്പോൾ ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുമാത്രമല്ല അതിന്റെ കൂടെ വേറൊരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളുണ്ടാവും. അയാളോട് ഇവർ താങ്ക്സ് പറയുന്നുണ്ടാവും. പക്ഷെ ഇയാളെ മുഖപ്പ് കാണിക്കുന്നില്ല. എന്താ സംഭവിച്ചാൽ ഇയാളായിരിക്കും ഈ മാർക്കറ്റിൽ ചെന്നിട്ട് ഇയാളിപ്പോൾ പിൽസ് അങ്ങനെ നല്ലപോലെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയാം. അതുകൊണ്ട് തന്നെ അതുപോലെ ഈ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഈ സുനിന്റെ ഈ കമ്പനീനോട് അടുത്തുനിന്ന് പിൻവലിക്കായിരിക്കും. അതായത് ഓരോ ബഡ്ജറ്റൊക്കെ പിൻവലിക്കും. അങ്ങനെ കള്ളം മരണം വരുത്തിയിട്ടാണ് ഇപ്പോൾ ഇവരുടെ ഫാമിലി ഇത്രയ്ക്ക് താഴ്ത്തിക്ക് പോയിട്ടുണ്ടാവുക. അപ്പൊ ഈ റിച്ച് മാൻ പറയും ഇനി അയാൾക്കൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട് കേവ്, ഇനി അതും കൂടി നമ്മൾ പിടിച്ചെടുക്കണം. എന്നിട്ട് അതിന്റെ ശേഷം താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ഇത്ര ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഈ റിച്ച് മാൻ പറയും കാരണം എനിക്ക് സ്പിരിച്വൽ എനർജിയാണ് വേണ്ടത്. പിന്നെ സീനി മാറിയിട്ട് കാണുന്നത് വാങ്ങും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ ഒരു കാർ പോവുക. അത് കണ്ടിട്ടാണെങ്കിൽ വാങ് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവർ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചെന്ന് പറയാ ഈ സുനിന്റെ ഫാമിലി പറയുന്നത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അതുകൊണ്ട് പിന്നെ ഇനി എന്തായാലും ഉറപ്പാണ് ഓരോ കമ്പനി ഇനിയും പിടിച്ചെടുക്കും പറയും. അങ്ങനെ നോക്കുമ്പോഴായിരിക്കും ടി വിയിൽ ഒരു ന്യൂസ് വരാം ടാങ്ങിന്റെ കമ്പനി ഈ സുനിന്റെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിരിക്കും. അപ്പൊ സുനാണെങ്കിൽ ഓലൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനും പോയിരിക്കും. അപ്പൊ ഈ ന്യൂസ് ഒക്കെ കേട്ടപ്പോൾ ഇവരാണെങ്കിൽ ആകെ അന്തം വിട്ടിട്ടുണ്ടാവും. അവർക്ക് ആകെ വിശ്വസിക്കാൻ പറ്റൂല. എന്താ വെച്ചാൽ സുനി ഒരിക്കലും ചത്താലും ടാങ്ങിന്റെ ഒപ്പം ഒന്നും കോൺട്രാക്ട് സൈൻ ചെയ്യാൻ നിൽക്കില്ല. അത് കേട്ടപ്പോൾ ലിന്നാണെങ്കിൽ നേരെ സുനിന് കോൾ ചെയ്യും. പക്ഷേങ്കിൽ കോള് റിങ് കൂടി ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവും സുനി എന്തോ പ്രശ്നത്തിലാണ്. കാരണം എന്താ വെച്ചാൽ പാരന്റ്സിന്റെ വാക്ക് കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ ഉള്ളതാണ് ചെയ്യുന്നത്, അല്ലാതെ സുനിന്റെ ഇഷ്ടപ്രകാരം ഉള്ളത് ചെയ്യില്ല. അപ്പൊ വാങ് പറയും നമുക്ക് സുനിനെ തിരിച്ചു പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടാ പറയും. അങ്ങനെ പിന്നെ സീന് മാറിയിട്ട് കാണുന്നത് ഇവരൊക്കെ പാടി ഈ കേവിലേക്ക് വരുന്നതായിരിക്കും സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ടാങ്ങിന്റെ ഫാമിലി പിന്നെ അതുപോലെ തന്നെ കുറച്ചൊക്കെ വലിയ വലിയ ആൾക്കാരും. അങ്ങനെ ടാങ്ങിന്റെ അച്ഛന്റെ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവേണ്ടത് എന്താ വെച്ചാൽ ഇതൊക്കെ ഈ റിച്ച് മാൻ പറഞ്ഞ് കേട്ടിട്ടായിരിക്കും ഇയാൾ ചെയ്യേണ്ടാവുക. എന്താ വെച്ചാൽ ഇന്നാലെ ഈ സ്ഥലത്തിൻ്റെയും കൂടി വലിയൊരു അധിപനായിട്ട് ഇവർക്ക് നിൽക്കാം. കാരണം എന്താ വെച്ചാൽ ഇവരാണ് ഇൻവെസ്റ്റർ. പിന്നെ സീന് മാറിയിട്ട് കാണുന്നത് ഈശാനെങ്കിലുള്ള പവർ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാണ് വാങ്ങും അവന്റെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ പിന്നെ കാണുന്നത് ഈ വാങ്ങും അതുപോലെ തന്നെ ടീമൊക്കെ വരുമ്പോൾ ഈ ടാങ്ങിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഓരോ തടഞ്ഞു വെക്കും ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെന്നും കൂവും ഓനെ തടയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും ഓള മാന്ത്രിക വിദ്യ യൂസ് ചെയ്തിട്ട് തന്നെ ഇവരെ അനങ്ങാൻ പറ്റാത്ത കൊലത്തിലേക്ക് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഇവിടുത്തെ പരിപാടി കണ്ടപ്പോൾ ലിന്നിനാണെങ്കിൽ ഒരു ഐഡിയ വന്നിട്ട് ഓളോളെ സ്വേർഡ് യൂസ് ചെയ്തിട്ട് അവിടെ കുറച്ച് പിങ്ക് കളറുള്ള ബട്ടർഫ്ലൈസ് ഇടും. ആ പിങ്ക് കളറുള്ള ബട്ടർഫ്ലൈസ് ആണെങ്കിൽ ഓൾ ആ വലയൊക്കെ മുറിച്ചിടും. അങ്ങനെ പിന്നെ ചെന്നും കൂയും കൂടി ടാങ്ങിന്റെ ഫ്രണ്ട്സിനായിട്ട് തല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. ഈശ്വര അടുത്തേക്കാണെങ്കിൽ ലിന്നും വന്നു. പക്ഷേ ലിന്നി ഓൾ അറ്റാക്ക് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഈശ അവിടെ മാറിയിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോൾ ടാങ്ങിന്റെ ഫ്രണ്ട്സ് ശ്രദ്ധിക്കും എന്താ വെച്ചാൽ അവിടെ വാങ് ഉണ്ടാവില്ല. വാങ് ആണെങ്കിൽ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് സൈൻ ഇടുന്നതിന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓനെ അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ സൈനിങ് സെറമണിയാണ്
കാണാം. ടാങ് ആണെങ്കിൽ അവൻ്റെ കൈ മുറിച്ചിട്ട് അവിടെ സൈൻ ചെയ്യും. അതുപോലെ തന്നെ ഓളോടും ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ സുന്നാണെങ്കിൽ കൈ മുറിച്ചിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അറ്റ് ദ സെയിം ടൈം വാങ് ആണെങ്കിൽ ഓളെ കൈ പിടിച്ചിട്ട് അവിടുന്ന് രണ്ടാൾ കൂടി ഓടി രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ ഓളാണെങ്കിൽ ഓടി രക്ഷപ്പെടുമ്പോൾ ഓൾക്ക് ഭയങ്കര ഹാപ്പി ആവും. കാരണം എന്താ വെച്ചാൽ ഓളെ സൈൻ ഇടണീന്ന് തടയാൻ വേണ്ടിയിട്ട് വാങ് നേരിട്ട് വന്നല്ലോ. അങ്ങനെ ഓളെ അവിടുന്ന് രക്ഷപ്പെടേണ്ടിയിരുന്നു. അപ്പോഴേക്കും ഓളെ അച്ഛൻ അവിടുന്ന് ഉറക്കനെ വിളിച്ചു പറഞ്ഞിട്ട് ഇതെൻ്റെ പ്രോമിസ് തെറ്റിക്കണു പറയും. അപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ ഫ്ലാഷ് ബാക്ക് കാണുക. അപ്പം എന്താ സംഭവിച്ചാൽ ടാങ്ങിൻ്റെ അച്ഛൻ വന്നിട്ട് പറയും, ഞാൻ നിങ്ങളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷെങ്കിൽ സുനു അതുപോലെ തന്നെ ടാങ്ങും ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യണം പറയും. അത് കേട്ട് പാടുന്ന സുന് പറ്റില്ല പറയും. കാരണം എന്താ വെച്ചാൽ ഓൾക്ക് അങ്ങനത്തെ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. ടാങ്ങിൻ്റെ ഒരു പരിപാടിക്ക് ഓൾക്ക് താല്പര്യമില്ല. പക്ഷെങ്കിൽ അപ്പോൾ പേരൻസ് അറിയും ഇതെന്ന് സെൽഫിഷാണ്, തൻ്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. ആ കമ്പനിയിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10,000 ആൾക്കാരെ എംപ്ലോയ്മെൻ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. പോരാത്തതിന് പിൽസ് തിന്നുകൊണ്ട് തന്നെ ഈ മാജിക് ഇല്ലാത്തവർക്ക് മാജിക് ഉണ്ടാവും. അതൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ എന്നുള്ള രീതിക്കാവും. അപ്പോൾ പെട്ടെന്ന് ആ അച്ഛൻ പറഞ്ഞ് കേട്ടപ്പോൾ ഓളാണെങ്കിൽ തിരിഞ്ഞ് നിന്നിട്ട് ഓലോട് പറയും, ഞാൻ എൻ്റെ കമ്പനിയുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇന്നെ തന്നെ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പിടാൻ വേണ്ടിയിട്ട് പോകണം, നിങ്ങൾക്ക് ഇവിടുന്ന് പോവാറ്. അങ്ങനെ ഈ കാര്യം കേട്ടപ്പോൾ ഈ വാങ്ങിനും അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര സങ്കടമായിട്ട് ഓലാണ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴായിരിക്കും വാങ്ങാണെങ്കിൽ വെള്ളത്തിലൊരു ഗുളു കാണുക. അപ്പോൾ ഓനാണെങ്കിൽ എന്താ വെച്ചിട്ട് തൊട്ട് നോക്കുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവും അതൊരു ആൻഷ്യൻ ഡീമണായിരിക്കും. അതായിരിക്കും അവിടെയുള്ള ഈ സ്പിരിച്വൽ എനർജി ഫുള്ള് ഈ വലിച്ചെടുക്കുന്നുണ്ടാവുക, കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് മനസ്സിലാവും എന്താ സംഭവം ഇവിടെ എന്നെ നടന്നുകൊണ്ടിരിക്കണമെന്നൊക്കെ മനസ്സിലാവും. ഇതിൻ്റെ പിന്നിലൊക്കെ ആ മറ്റേ ചങ്ങായില്ലേ, ആ VIP റിച്ച് മാൻ്റെ കൈയായിരിക്കും. അങ്ങനെ ഈ ഫ്രണ്ട്സൊക്കെ പാടി ചേർന്നിട്ട് വാങ്ങിൻ്റെ പവർ യൂസ് ചെയ്തിട്ട് ഇവർ ഈ എന്താ പറയുക ഈ ആൻഷ്യൻ ഡീമനെ കൊല്ലും. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവും. ആ ബ്ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇതുവരെ കൺസ്യൂം ചെയ്തിന് ഈ പവറൊക്കെ ഇല്ലേ, ഈ സ്പിരിച്വൽ എനർജി, അത് ഫുള്ളി ഇത് പുറത്തേക്ക് തുപ്പായിരിക്കും. അപ്പോൾ ഇത് കാരണം തന്നെ അവിടെ കൂടുതലായിട്ട് സ്പിരിച്വൽ എനർജി ഉണ്ടാവുക. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഹൈ ആവുകയാണ്. അങ്ങനെ സുന്നി ഇങ്ങോട്ട് ഒപ്പിടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ടാങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് വെറുതെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓല സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് താഴ്ത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴേക്ക് സുനിൻ്റെ അസിസ്റ്റൻറ്റ് പറയും ഇതാ ഒറ്റയടിക്ക് മുകളിലേക്ക് ഇത് കയറിപ്പോണ്ടിരിക്കുന്നു പറയും. അതായത് ഓല സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോഴേക്ക് സൂ അങ്ങോട്ട് വരിക. കാരണം എന്താ വെച്ചാൽ സൂക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവർ ഡീമറിനായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടായിരിക്കും ഇവിടെ നിൽക്കുന്നുണ്ടാവുക. അതിൻ്റെ ശേഷം സുന്നാണെങ്കിൽ ഒരു താങ്ക്സ് എന്നുള്ള രീതിക്ക് ഭയങ്കര ഒരു സാധനം കൊടുക്കും. എന്താ വെച്ചാൽ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും വാങ്ങാണ് ഇതൊക്കെ ചെയ്തത്, വാങ് കാരണമാണ് ഓൽക്ക് പത്രക്ക് പ്രോഫിറ്റ് ഉണ്ടായത്. അപ്പോൾ ഇത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. പിന്നെ ലൈക്ക് ആക്കണ്ട. താങ്ക് യു.